വെൽക്കം ഓൾ ഓഫ് യു. എല്ലാവർക്കും ഇൻകം ടാക്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2021-22 പുതിയ സ്ലാബ് റേറ്റുകളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സ്ലാബ് റേറ്റ്, എന്തിനു വേണ്ടിയിട്ടാണ് ടാക്സ് അതോറിറ്റി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഒരു വർക്കൗട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് സ്ലാബ് റേറ്റ്? സാധാരണഗതിയിൽ ടാക്സ് കൊടുക്കുന്ന വ്യക്തികളെ ടാക്സ് അതോറിറ്റി പല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സ്ലാബ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 59 വയസ്സുള്ള ആളുകൾ, അപ്പോൾ നമ്മളൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരും. നമ്മളൊക്കെ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 60 മുതൽ 79 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവരൊക്കെ സീനിയർ സിറ്റിസൺ എന്നും, അതുപോലെ 80 അതിൻ്റെ മുകളിലുള്ള ആളുകളെ സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ടാക്സിൻ്റെ പല എക്സംഷൻസ് ഉണ്ട്. അപ്പോൾ വ്യക്തികളുടെ ഫൈനൽ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഫാക്ടർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ നോട്ട്. ടാക്സ് ലോസ് ഡിവൈഡ് ടാക്സ് പേയേഴ്സ് ഇൻറ്റു ഡിഫറെൻറ്റ് ഗ്രൂപ്പിംഗ് ആസ് പെർ ദിയർ ടാക്സബിൾ ഇൻകം ആൻഡ് ലെവി ഇൻകം ടാക്സ് അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്സ്. അവർക്ക് പല രീതിയിൽ റേറ്റിലാണ് ഇൻകം ടാക്സ് ചുമത്തുന്നത്. ദീസ് ഗ്രൂപ്പിംഗ് ആർ കാൾഡ് ഇൻകം ടാക്സ് സ്ലാബ്. ഓക്കെ, then basic tax exemption limit for an individual depends on age and residential status. നമ്മൾ പറഞ്ഞു, ഓരോ വ്യക്തികളുടെയും ഏജിനനുസരിച്ച് അവരുടെ ടാക്സിനുള്ള എക്സംഷൻസ് അതിൽ മാറ്റം വരും. ഓക്കെ, അപ്പോൾ ആ പുതിയ സ്ലാബ് റേറ്റ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നോക്കുക, 2021-22 അസസ്മെൻറ്റ് ഇയറിൽ 2 തരത്തിലുള്ള സ്ലാബ് റേറ്റ് ഉണ്ട്. ഇതിനെ നമ്മൾ തൽക്കാലം ഓൾഡ് ടാക്സ് റീജിം എന്ന് പറയാം. അതായത് പഴയ രീതി. പഴയ രീതിയാണ് ഇത് കഴിഞ്ഞ വർഷത്തെ ടാക്സ് റേറ്റ് ആണ്. അത് അതേപോലെ തന്നെ നിലനിർത്തി. ഒപ്പം പുതിയ ഒരു സ്ലാബും കൂടി ഈ വർഷം അസസ്മെൻറ്റ് ഇയർ 21-22 പുതിയ ഒരു രീതിയും കൂടി ഉണ്ട്. അങ്ങനെ 2 രീതി നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. അതിൽ ടാക്സ് അടയ്ക്കുന്ന നമ്മൾക്ക് ഏതാണോ കൂടുതൽ ബെനിഫിറ്റ് ആ രീതിയിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ രീതി, ഇതിനെ നമ്മൾ ഓൾഡ് ടാക്സ് റീജിം എന്ന് പറയുന്ന ഒരു ഓൾഡ് സിസ്റ്റം, ആ പേരിൽ മനസ്സിൽ വെക്കുക കേട്ടോ. ദെൻ 3 ഇതാണ് സ്ലാബ് ഉണ്ടോ, 3 കാറ്റഗറീസ് ഇതിന്. ഒന്ന് ഇൻഡിവിജ്വൽ, അവിടെ വയസ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 59 വയസ്സ് വരെയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വരും. സീനിയർ സിറ്റിസൺ 60 മുതൽ 79 വരെയുള്ള ആളുകൾ. 80 അതിൻ്റെ മേലെ സൂപ്പർ സീനിയർ സിറ്റിസൺ അല്ലേ. നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കറിയാം സീനിയർ സിറ്റിസൺ എന്ന് പറയുന്ന അവർക്ക് റിസർവ് ചെയ്തിട്ടുള്ള എന്തെല്ലാം ഉണ്ട്, സീറ്റ് തന്നെ ഉണ്ടാവും അല്ലേ. ഓക്കെ, ദെൻ ഇവിടെ നോക്കുക, 2.5 ലക്ഷം വരെ ആർക്ക് ടാക്സ് അടയ്ക്കേണ്ട? ഇൻഡിവിജ്വൽ ആണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട. അതേസമയം സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 3 ലക്ഷം വരെ അവർക്ക് ഇളവുണ്ട്, ടാക്സ് അടയ്ക്കേണ്ട. സൂപ്പർ സീനിയർ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് 5 ലക്ഷം വരെ വന്നാലും നിങ്ങൾക്ക് എന്തടിക്കേണ്ട? ടാക്സ് അടയ്ക്കേണ്ട. അപ്പോൾ അതിലുള്ള മാറ്റങ്ങൾ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമ്മളൊരു ബോക്സായിട്ട് ഇതിനാണ് കൊടുത്താണ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇൻഡിവിജ്വലിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ഇൻഡിവിജ്വലിന് ആദ്യത്തെ 2.5 ലക്ഷത്തിന് ഒരു ടാക്സും അടയ്ക്കേണ്ട. അടുത്ത 2.5 ലക്ഷത്തിന്, അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു 10 ലക്ഷം ഉണ്ടെങ്കിൽ എന്താണ്, ആദ്യത്തെ 2.5ക്ക് ടാക്സ് അടയ്ക്കേണ്ട. പിന്നത്തെ ആദ്യത്തെ 2.5ക്ക് എന്താണ്, 5%. പിന്നെ വരുന്ന 5 ലക്ഷത്തിന് 20%. ബാക്കി ഉണ്ടെങ്കിൽ അതിന് 30%. ഇതാണ് ടാക്സിൻ്റെ റേറ്റ്. ഇത് നമ്മൾ എക്സാമ്പിളിലൂടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. എന്നാൽ അതേ സമയം നിങ്ങളൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ആദ്യത്തെ 3 ലക്ഷത്തിന് ടാക്സ് ഇല്ല. നെക്സ്റ്റ് വരുന്ന 2 ലക്ഷത്തിന് 5%, പിന്നത്തെ 5 ലക്ഷത്തിന് 20%, ബാക്കി 30%. എന്നാൽ അത് സൂപ്പർ സീനിയർ ആകുമ്പോൾ ആദ്യത്തെ 5 ലക്ഷത്തിന് നില്ലാണ്, ടാക്സ് ഇല്ല. പിന്നെ ഇവർക്ക് ഇത് ബാധകമല്ല, 5% എന്ന് പറയുന്നത്.
അടുത്ത 5 ലക്ഷത്തിന് 20%, ബാലൻസ് എമൗണ്ടിനൊക്കെ എന്താണ് 30%. ഇനി ശ്രദ്ധിക്കുക, അപ്പോൾ ബാലൻസ് എത്ര ഉണ്ടെങ്കിലും അതൊക്കെ എന്താണ് 30% ആണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ MMR എന്ന് പറയുന്ന ഒരു ടേം പഠിച്ചത്, മാക്സിമം മാർജിനൽ റേറ്റ്, ഹയസ്റ്റ് സ്ലാബ് റേറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വൽ അടയ്ക്കേണ്ട ഏറ്റവും ഉയർന്ന റേറ്റ് 30 അതിനെയാണ് MMR എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 11 ലക്ഷമാണ് കഴിഞ്ഞ വർഷം എത്തിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ടാക്സ് അടയ്ക്കേണ്ട ഇൻകം അതാണ്. ഈ ഇൻകത്തിൻ്റെ പുറത്ത് ടാക്സ് ലയബിലിറ്റി കാണണം. ഓക്കെ, അപ്പോൾ 11 ലക്ഷം എന്ന് പറയുന്നത് നിങ്ങളുടെ 5 ഹെഡ്, അതായത് സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്, ഈ 5 സോഴ്സിൽ നിന്നും വരുമാനം കിട്ടി, അതിൽ നിന്ന് കുറയ്ക്കാനുള്ളതൊക്കെ കുറച്ച് അവസാനം എന്തുള്ളതാണ് ഉള്ള കയ്യിൽ കിട്ടിയ സംഭവമാണ് എന്താണ് 11 ലക്ഷം. ഈ 11 ലക്ഷത്തിന് എങ്ങനെയാണ് 3 രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ടാക്സ് കാണേണ്ടത് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഈ 11 ലക്ഷത്തിലെ ആദ്യം 2.5 എടുക്കും, അതിന് ടാക്സ് ഇല്ല, നില്ല്. പിന്നെ ഈ 11 അടുത്ത 2.5 എടുക്കും, അതിന് 5%. അപ്പോൾ 2.5 ലക്ഷത്തിൻ്റെ 5% എന്ന് പറയുമ്പോൾ 2.5 ലക്ഷം ഇൻറ്റു 5/100 12,500. അപ്പോൾ എത്ര പോയി? 2.5 5 പോയി. ഇനി അടുത്ത 5 എടുക്കും, അതിന് 20%, 5 ലക്ഷത്തിൻ്റെ 20%, അതായത് 1 ലക്ഷം. അപ്പോൾ എത്ര പോയി മൊത്തം? 2.5 5 10 പോയി. ഇനി ബാക്കി എത്രയുള്ളൂ? 1 ലക്ഷമാണ് ബാലൻസ്. ആ 1 ലക്ഷത്തിന് എത്രയാണ് മാക്സിമം മാർജിൻ റേറ്റ് ആയിട്ടുള്ള 30%, അതായത് 30,000. അങ്ങനെ ആകുമ്പോൾ എത്രയായി? ഈ 12,500 1 ലക്ഷം 30,000 കൂട്ടിയാൽ 1,42,500. ഇനി ഇതേപോലെ അത് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ, ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ആദ്യത്തെ 3 നില്ലാണ്, പിന്നെ അതിൽ നിന്നൊരു 2 എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ആ 2 ലക്ഷത്തിൻ്റെ 5% എത്രയാണ്? 10,000. പിന്നെ 5 എടുക്കും, അതിന് 20%, 1 ലക്ഷം. ബാക്കി എത്ര തന്നെ ഉണ്ടാകുക? 1 ലക്ഷം ഉണ്ടാകുക, അതിന് 30%, 30,000. അപ്പോൾ ഇവിടെ ഇതൊക്കെ പാടെ കൂട്ടുമ്പോൾ 1,40,000. ദെൻ അതേപോലെ സീനിയർ സിറ്റിസൺ ആദ്യത്തെ 5 തന്നെ നില്ലാണ്, പിന്നത്തെ 5-ന് 20%, 1 ലക്ഷം. ബാക്കി അപ്പോൾ 5 5 10 പോയി, ബാക്കി എത്ര ഉണ്ട്? 1, അതിന് 30%, അപ്പോൾ 30,000. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്രയാണ്? 1,30,000. ഇപ്പോൾ നോക്കൂ, ഒരേ ഇൻകമാണ്, 11 ലക്ഷമാണ്. ഇയാൾ ഇൻഡിവിജ്വൽ ആയിരുന്നെങ്കിൽ 1,42,000, സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 1,40,000 ആണെങ്കിൽ, സൂപ്പർ സീനിയർ ആണെങ്കിൽ 1,30,000. അപ്പോൾ വയസ്സ് കൂടിയതിനനുസരിച്ച് ആ സ്ലാബിനനുസരിച്ച് എന്താണ് അവരുടെ ടാക്സ് ലയബിലിറ്റിയിൽ വരുന്ന മാറ്റമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. മനസ്സിലായില്ലോ? അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് ഏകദേശം ധാരണ കിട്ടിയല്ലോ അല്ലേ? ഇനി ഇതിൽ സെസ് മറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടതുണ്ട്, അത് നമുക്ക് പിന്നീട് അഡ്വാൻസ്ഡ് ആയിട്ട് പറയാം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കുക, എന്താണ് സ്ലാബ് റേറ്റ്, എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ വളരെ പെട്ടെന്ന് കഴിയും. ഇപ്പോൾ നോക്കൂ, ഇവിടെ 2.5 2.5 5, ഇവിടെ 3 2 5, ഇവിടെ 5 തന്നെയാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത്. ഓക്കെ, പിന്നെ ഇവിടെ 5 5 5, ഇതിന് മാറ്റമില്ല. ഓക്കെ, പിന്നെ ബാക്കി ബാലൻസ് എത്ര എന്നുള്ളതാണ്. അപ്പോൾ ഇത് തമ്മിൽ ഇതൊക്കെ തമ്മിൽ എന്താണ് ഒരു യുണീക്കായിട്ടുള്ള സ്വഭാവമുണ്ട്. ഓക്കെ, ദെൻ ഈ വർഷം പുതിയതായിട്ട് മറ്റൊരു റേറ്റും കൂടി തന്നിട്ടുണ്ട്. അത് ലോ റേറ്റ് ആണ്, ലോ ടാക്സ് റേറ്റ്. അപ്പോൾ ഈ ലോ ടാക്സ് റേറ്റിൻ്റെ സെക്ഷൻ പറയുന്നത് സെക്ഷൻ 115BAC. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് നിങ്ങൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഡക്ഷൻസും എക്സംഷൻസും ഒന്നും ഉണ്ടാവില്ല. എത്രയാണോ ഇൻകം അതിൻ്റെ പുറത്താണ് ടാക്സ് ലയബിലിറ്റി കാണാനേ പറ്റുള്ളൂ. അതിന് എന്താണ് നിങ്ങൾക്ക് കുറയ്ക്കാനും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഏതാണ് ബെറ്റർ വെച്ചാൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിനെ ന്യൂ ടാക്സ് റീജിം എന്ന് പറയാം, അതായത് പുതിയ ടാക്സിൻ്റെ രീതി.
അപ്പോൾ ഇതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതിൻ്റെ റേറ്റ് വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ. ആദ്യത്തെ 2,00,000 നില്ല്, അടുത്ത 2,00,000 5%, പിന്നെ 10%, പിന്നെ 15%, ദെൻ 20%, പിന്നെ 25%, ദെൻ ബാലൻസ് പോർഷനിൽ 30%. അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഓർമ്മിച്ച് എടുക്കാൻ വളരെ സിമ്പിളാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, 2 2 5, 5 2 7, 7 2 10, 10 12, അത് 12.5, പിന്നെ 15. അപ്പോൾ 15 ലക്ഷം വരെയുള്ള കാര്യങ്ങളെയാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത്, ബാക്കി അതിൻ്റെ മുകളിൽ പോയതൊക്കെ എന്താണ് 30%. ഓക്കെ, ഇനി ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് റേറ്റുകൾ ഓർമ്മയിൽ സൂക്ഷിക്കുക. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഒരു സംവിധാനം, അത് ക്യാപിറ്റൽ ഗെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ നോട്ട് ചെയ്യുക, ഇതൊക്കെ പിന്നീട് നമ്മൾ പഠിക്കും. റേറ്റ് ആയതുകൊണ്ട് ഒരുമിച്ച് പറയാമെന്നുള്ളൂ. 20% ആണ്, അത് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ്. പിന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞ സംവിധാനം, അതിൽ തന്നെ ബ്രാക്കറ്റിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പെയ്ഡ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് 15% കാൽക്കുലേറ്റ് ചെയ്യണം. കാഷ്വൽ ഇൻകത്തിന് കോമൺ ആയിട്ട് 30% നമ്മൾ ചാർജ് ചെയ്യുക. കാഷ്വൽ ഇൻകം എന്താണെന്നുള്ളതൊക്കെ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിന്നിങ് ഫ്രം ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന സംഭവങ്ങളൊക്കെയാണ് കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. പിന്നെ റിബേറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. റിബേറ്റ് അതൊരു എക്സ്ട്രാ കിഴിവാണ്. അത് അണ്ടർ സെക്ഷൻ 87A പറയുന്നത്, നിങ്ങളുടെ ടോട്ടൽ ഇൻകം 5 ലക്ഷം വരെ ഉള്ളൂ എങ്കിൽ, അതിന് മേലെ പോകാൻ പാടില്ല കേട്ടോ. 5 ലക്ഷം അല്ലെങ്കിൽ അതിൻ്റെ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു 12,500 രൂപ നിങ്ങൾക്ക് കുറയ്ക്കാനുള്ള അവകാശമുണ്ട്. അത് ഏത് അവകാശമാണ്? അണ്ടർ സെക്ഷൻ 87A പ്രകാരം ടാക്സ് അതോറിറ്റി നൽകുന്നതാണ്. പക്ഷേ അത് ആർക്ക് മാത്രമേ ഉള്ളൂ? അത് റെസിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന് മാത്രമേ ഈ അവകാശം കിട്ടുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിടുക. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കണക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിലേക്ക് വരാം. പിന്നെ ഉള്ളത് സർചാർജ്. സർചാർജ് എന്ന് പറയുന്നത് അഡീഷണൽ ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ഓൺ ടാക്സ് എന്നാണ്. അതായത് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം വീണ്ടും ചില ആളുകൾക്ക് നമ്മളെന്താണ് ടാക്സ് ഏർപ്പെടുത്തും. അത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ആളുകൾ, ഇപ്പോൾ 1 കോടിക്ക് മേലൊക്കെ വാർഷിക വരുമാനമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഡബിൾ ടാക്സ് ആണ്. ഓക്കെ, അതായത് ടാക്സിൻ്റെ പുറത്ത് വീണ്ടും ടാക്സ് അടയ്ക്കേണ്ടി വരും. അതിനെയാണ് സർചാർജ്. അപ്പോൾ വാട്ട് ഈസ് സർചാർജ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് ഓൺ ടാക്സ് അല്ലെങ്കിൽ അഡീഷണൽ ടാക്സ് എന്ന് പറയാം. അപ്പോൾ സർചാർജിൻ്റെ ഒരു റേറ്റ്, അതിൻ്റെ ഒരു തോത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ലാബ് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ടോട്ടൽ ഇൻകം, കഴിഞ്ഞ വർഷത്തെ ഇൻകം എന്ന് പറയുന്നത് 50 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ, അതായത് 1 കോടി വരെയാണ്, 50 ലക്ഷത്തിന് മുകളിൽ പോയിട്ട് 1 കോടി വരെയാണെങ്കിൽ 10% എന്ത് ചെയ്യണം? സർചാർജ് അടയ്ക്കണം. ഓക്കെ, ദെൻ 1 കോടി മുതൽ 2 കോടി വരെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? 15% സർചാർജ് അടയ്ക്കണം. അത് 2 കോടി മുതൽ 5 കോടി വരെയാണെങ്കിൽ 25% സർചാർജ് വരും. ദെൻ 5 കോടീൻ്റെ മുകളിലാണ് നിങ്ങളുടെ ടോട്ടൽ ഇൻകം എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റീൻ്റെ 37% അഡീഷണൽ ആയിട്ട് വീണ്ടും ടാക്സ് കാണും. ഓക്കെ, അതൊക്കെ എങ്ങനെയാണ് കാണുന്നത് നമുക്ക് കാൽക്കുലേഷനിലൊക്കെ പറയാം. അപ്പോൾ ഇതാണ് സർചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ വരുമാനമുള്ള ആളുകൾക്കാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അവർ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ദെൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. വിദ്യാഭ്യാസ മേഖലയിലേക്ക് ടാക്സിൻ്റെ ഒരു പങ്ക് മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത്. അത് 4%. ഇത് നിർബന്ധമായിട്ടും എല്ലാവർക്കും ഉള്ളതാണ്. അവിടെ സീനിയോറിറ്റി വ്യത്യാസം അങ്ങനത്തെ കാര്യങ്ങളില്ല. എല്ലാ ടാക്സ് പേയേഴ്സിനും എന്തുണ്ട്? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ 4% എന്ത് ചെയ്യണം? അഡീഷണൽ ആയിട്ട് കാണണം. ഓക്കെ, ഇനി നമ്മൾ ഈ വർഷത്തെ 2 രീതിയും അത് തമ്മിലുള്ള ഒരു മാറ്റം, അതിൽ വരുന്നുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ. ഓക്കെ, എക്സ് അദ്ദേഹത്തിൻ്റെ വയസ്സ് 35. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അദ്ദേഹം ഇൻഡിവിജ്വലാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. അതായത് എല്ലാ ഹെഡിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വരുമാനമാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അതിൽ നിന്ന് അദ്ദേഹത്തിന് പിന്നെ 80C മുതൽ 80U വരെ ടാക്സ് അതോറിറ്റി നൽകുന്ന ഡിഡക്ഷൻസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും.
ഓക്കെ. അപ്പോൾ കുറച്ച് ഡിഡക്ഷൻസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 10 ലക്ഷമാണ് ഇൻകം എന്ന് പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം അദ്ദേഹം 80C പ്രകാരം അദ്ദേഹത്തിൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കും LIC ആയിട്ട് ബന്ധപ്പെട്ട LIC പ്രീമിയം, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, ഇതിലേക്കൊക്കെ ആയിട്ട് ഒരു 1.7 ലക്ഷം അതായത് 1,70,70,000 രൂപ കഴിഞ്ഞ വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധനത്തിനാണ് 80C എന്ന് പറയുന്ന ഡിഡക്ഷൻ. അപ്പോൾ 80C മുതൽ 80U വരെ ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ട്. അതൊക്കെ പിന്നീട് നമുക്ക് പഠിക്കേണ്ടതാണ്. അപ്പോൾ തൽക്കാലം മനസ്സിലാക്കുക, ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 10 ലക്ഷത്തിൽ ഒരു 1,70,70,000 എന്ത് ചെയ്തിട്ടുണ്ട്, ഈ LIC പ്രീമിയം മറ്റായിട്ട് ബന്ധപ്പെട്ടൊക്കെ അടച്ചു. ഓക്കെ. ദെൻ മറ്റൊന്ന്, അദ്ദേഹം മെഡിക്കൽ ഇൻഷുറൻസ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫിനും അതിന് വേണ്ടിയിട്ട് ചിലവാക്കിയത് 28,000 രൂപ. ഓക്കെ. ഇത് 80D എന്ന് പറയുന്ന സംഭവത്തിൽ വരുന്നതാണ്, മെഡിക്കൽ ഇൻഷുറൻസ് 80D. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം 75,000 രൂപ. ഫിനാൻഷ്യൽ ഇയർ 2020-21 പറഞ്ഞാൽ പ്രീവിയസ് ഇയർ 2020-21. അപ്പോൾ അദ്ദേഹം അതിൽ കൊടുത്തിട്ടുള്ള മൊത്തം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം അടച്ചത് 75,000 ആണ്. ഓക്കെ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എന്നിട്ട് നമ്മളോട് പറഞ്ഞത് ഫൈൻഡ് ഔട്ട് ഫൈനൽ ടാക്സ് ലയബിലിറ്റി അണ്ടർ ബോത്ത് റീച്ച്. 2 രീതിയിലും ഇതിൻ്റെ ടാക്സ് ലയബിലിറ്റി ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇദ്ദേഹം പഴയ സിസ്റ്റം ആണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് എന്തൊക്കെ കിട്ടും, ഈ ഡിഡക്ഷൻസ് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും ഈ 10 ലക്ഷത്തിൽ നിന്ന്. അതല്ല പുതിയ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ 10 ലക്ഷത്തിൽ നിന്ന് ഇതൊന്നും കുറയ്ക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്നുണ്ടെങ്കിൽ പുതിയ സിസ്റ്റം പ്രകാരം ടാക്സിൻ്റെ റേറ്റ് കുറവാണ്, കുറച്ച് ടാക്സ് ഉള്ളൂ. മറ്റത് ഒറ്റയടിക്ക് 30%-ലേക്കൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ എന്നാലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് രണ്ടിൽ ഏതാ ബെറ്റർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ അറിയുള്ളൂ. ഓക്കെ. അപ്പോൾ ആ പോയിൻ്റാണ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചത്. ഇഫ് ഹി വിഷസ് ടു ഗോ ഫോർ എ ന്യൂ ടാക്സ് റിജീം, പുതിയ ടാക്സ് സിസ്റ്റത്തിലേക്കാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ദീസ് ഡിഡക്ഷൻ വിൽ നോട്ട് ബി അവൈലബിൾ. ഈ പറഞ്ഞിരിക്കുന്ന ഡിഡക്ഷൻസ് ഒന്നും അതൊന്നും ആൾക്ക് കുറയ്ക്കാൻ പറ്റില്ല. അതായത് അതിനാണ് നമ്മൾ ലോ ടാക്സ് റേറ്റ് എന്ന് പറയുക. ഇൻഡിവിജ്വലിന് HUFന് മാത്രമായിട്ടുള്ള സംഭവങ്ങളാണ് അതിൽ പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം അവിടെ തന്നിട്ടുണ്ട് 10 ലക്ഷമാണ് അല്ലേ. സോ നമ്മൾ 2 രീതിയും ഒറ്റ ചാർട്ടിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. പഴയ രീതി പ്രകാരം പിന്നെ പുതിയ രീതി. ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണ്, ഒറ്റ കണക്കാണല്ലോ, 10 ലക്ഷമാണ്. അപ്പോൾ പഴയ രീതിയാണ് എടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടും, അദ്ദേഹത്തിന് ഈ ഡിഡക്ഷൻസൊക്കെ കിട്ടും. ശ്രദ്ധിക്കണം, ആദ്യം പറഞ്ഞ ഡിഡക്ഷൻ ഉണ്ടല്ലോ 1,70,70,000 എന്ന് പറഞ്ഞത് LICയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണത്. പക്ഷേ പരമാവധി എത്രയേ കിട്ടുള്ളൂ, 1,50,000 വരെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ 80Dയിൽ അവിടെ 25,000 പരമാവധി കിട്ടുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഒരു കട്ട് ഓഫ് ഉണ്ട് കേട്ടോ, ഇത്ര വരെ പരമാവധി കിട്ടുള്ളൂ, അതും നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഹൗസിംഗ് ലോൺ, അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുത്തില്ല. അത് എത്രയാണോ പ്രീവിയസ് കൊടുത്താൽ മുഴുവൻ എത്ര സംഖ്യ ഇൻട്രസ്റ്റ് അടച്ചാലും മുഴുവനും കുറയ്ക്കാൻ പറ്റും. അത് 75,000 അത് മുഴുവൻ കുറച്ചു. അപ്പോൾ ഈ ഇനത്തിൽ തന്നെ ഇത്രയും വലിയൊരു സംഖ്യ എന്ത് ചെയ്തു അല്ലേ, 75,000 1 ലക്ഷം 2,50,000 അത്ര ഇയാൾക്ക് 1 ലക്ഷത്തിൽ നിന്ന് കുറയ്ക്കാം, 10 ലക്ഷത്തിൽ നിന്ന് കുറയ്ക്കാം. ബാക്കി 7,50,000 അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ടാക്സബിൾ ഇൻകം ആയിട്ട് വരുള്ളൂ. ഇനി അതിൻ്റെ പുറത്താണ് ടാക്സ് ലയബിലിറ്റി കാണേണ്ടത്. എന്നാൽ ഇദ്ദേഹം പുതിയ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നതെങ്കിലോ ഇയാൾക്ക് യാതൊരു ഡിഡക്ഷനും അർഹതയില്ല. ഈ 10 ലക്ഷം നേരിട്ട് വരും. അതിന് എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ കാണേണ്ടത് ഇങ്ങനെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ രണ്ടാമത്തത് ഫൈനൽ ടാക്സ് ലയബിലിറ്റിയാണ് അടുത്ത സ്റ്റെപ്പ്. ഇതോടുകൂടി അത് തീരും. ഓക്കെ. അപ്പോൾ എങ്ങനെ ഫൈനൽ ടാക്സ് ലയബിലിറ്റി, നമുക്ക് രണ്ടും ഒരുമിച്ച് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പഴയ രീതിയാണ് എടുക്കുന്നതെങ്കിൽ ഇതാദ്യം നോക്കാം.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഡിഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് 7,50,000 ഉണ്ടാവുള്ളൂ കയ്യിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 7,50,000 ആദ്യത്തെ 2,50,000 ഒന്നുമില്ല, ടാക്സ് ഇല്ല, 0. പിന്നെ അതിന്ന് വീണ്ടും ഒരു 2.5 എടുക്കും. ആ 2.5ക്ക് 5%. അപ്പോൾ 2.5ക്ക് 5% 12,500. അപ്പോൾ മൊത്തം എത്രയായി? 2.5 5 പോയി. ഇനി അവിടെ ബാക്കിയുള്ള എന്താണ്? 2.5 ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ 2.5ക്ക് എത്രയാണ് ഇനി അടുത്തത് സ്ലാബ്? 20%. അപ്പോൾ 2.5ൻ്റെ 20% 50,000. അപ്പോൾ അങ്ങനെ ഈ ഒരു 12,500 ഈ ഒരു 50 62,500. ഇനി അതിലേക്ക് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറഞ്ഞ സാധനം 4% ആഡ് ചെയ്യണം. ഈ 4% എന്ന് പറയുന്നത് ഇതാ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന 62,500ൻ്റെ 4% 2,500. അപ്പോൾ 62,500ഉം 2,500 കൂടി കൂട്ടിയാൽ അദ്ദേഹം കൊടുക്കേണ്ട ടാക്സ് ലയബിലിറ്റി എത്രയാണ് ഗവൺമെൻറ്റിന് ഫൈനലായിട്ട് കൊടുക്കേണ്ടത്? 65,000. ഓക്കെ, എന്നാൽ പുതിയ രീതിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് യാതൊരു ഡിഡക്ഷനുള്ള അർഹതയില്ല. നമ്മൾ 10 ലക്ഷത്തിൻ്റെ പുറത്താണ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ? വളരെ സിമ്പിളാണിത്. ആദ്യത്തെ 2.5 ഒന്നുമില്ല, നില്ല്. ദെൻ പിന്നുള്ള 2.5 5%, അതായത് 12,500. വീണ്ടും അടുത്ത 2.5 എടുക്കും, അതിന് 10% 25,000 ആയി. ദെൻ വീണ്ടും അടുത്ത 2.5 അതിന് 15%. അപ്പോൾ ആ 2.5 15% 37,500. ഇനി ഇല്ല, എടുക്കാമല്ലേ? ഇനി ഉണ്ടെങ്കിൽ എന്താണ്? 20-25 എന്ന തോതിലാണ് വേണ്ടത്. അപ്പോൾ ടോട്ടൽ 37,500ഉം 25,000ഉം 12,500ഉം 75,000. ഈ 75,000ൻ്റെ 4%, ഇതാ ഇവിടുത്തെ പോലെ തന്നെ 4% സെസ്. അപ്പോൾ 75,000ന് 4% പറഞ്ഞാൽ 3,000 ആണ്. അപ്പോൾ 75,000 3,000 78,000. അപ്പോൾ നോക്കൂ, ഒരേ കണക്കാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതിലെ ഫൈനൽ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 65,000 ആണ്. ഇവിടെ ഈ രീതി എടുക്കുകയാണെങ്കിൽ എന്താണ്? 78,000 ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കണക്കിൽ നമ്മൾ ഈ രീതി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നഷ്ടമാണ്. ടാക്സ് പേയറെ സംബന്ധിച്ച് കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും അല്ലേ? പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഈ സിസ്റ്റം നല്ലതായിട്ട് വരും. അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. സോ 2 സിസ്റ്റവും നമ്മളെന്താണ് പഠിക്കണം, മനസ്സിലാക്കണം. ഓക്കെ, ചിലപ്പം എക്സാമിൽ രണ്ടും നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ടാക്സ് ലയബിലിറ്റി. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഈ വർഷത്തെ സ്ലാബ് റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. ഇത് നമ്മുടെ തുടർ പഠനത്തിന് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.